ഞാൻ പറയാം, പള്ളിയിലെ ഖതീബന്മാര് പറയൂല, പറഞ്ഞാ ജോലി പോകും. അള്ളാഹു കാക്കമാറാകട്ടെ. ആരെങ്കിലും നിങ്ങളുടെ നാട്ടിലെ ഒരുത്തം മരിച്ചു കഴിഞ്ഞാൽ അവനെ കുളിപ്പിക്കുകയും വേണ്ട, നിസ്കരിക്കുകയും വേണ്ട, നേരെ കൊണ്ട് കുഴിച്ചിട്ടേക്കണം. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഒരാള് മരിച്ച കുളിപ്പിക്കണോ മയ്യത്ത്? കുളിപ്പിക്കണോ മയ്യത്ത്? വേണോ? ഓന്റെ മയ്യത്ത് കുളിപ്പിക്കണ്ട. നിസ്കരിക്കണോ? പള്ളി പോലും കയറ്റണ്ട, പൊതിഞ്ഞോണം കൊണ്ട് കുഴിച്ചിട്ടേക്കണം. അള്ളാഹു കാക്കുമാറാകട്ടെ. അള്ളാഹ് കാക്കുമാറാകട്ടെ. ആരാന്ന് പറഞ്ഞുതരട്ടെ? ആരാന്ന് പറഞ്ഞുതരട്ടെ? ഇത് പള്ളിയിൽ ഉസ്താദിന് പറയാൻ പറ്റുമോ? പറഞ്ഞു കഴിഞ്ഞാൽ ജോലി പോകും. അവൻ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവന്റെ മയ്യത്തൊന്നും കുളിപ്പിക്കണ്ട, കൊണ്ടങ്ങ് കുഴിച്ചിട്ടാ മതി. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. പറഞ്ഞുതരട്ടെ? പേടിയുണ്ടോ? പറഞ്ഞുതരട്ടെ? ഷോക്ക് വരും, അറ്റാക്ക് വരും. അള്ളാഹു കാക്കുമാറാകട്ടെ. ഇരിക്കണ പലതും എഴുന്നേറ്റ് ഓടേണ്ടി വരും. ഇവിടെ ഇരിക്കണ പലതും എഴുന്നേറ്റ് ഓടേണ്ടി വരും. ഓനെ പിന്നെ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. പ്രത്യേകിച്ച് ഇന്നത്തെ ചെറുപ്പക്കാര് എന്തിനാ മക്കളെ വെറുതെ ഉള്ള സന്തോഷം കളയണേ? അള്ളാഹു കാക്കുമാറാകട്ടെ. ഞാൻ തമാശ പറഞ്ഞതല്ല. ഓനെ കുളിപ്പിക്കുകയും വേണ്ട, ഒന്നും വേണ്ട. ആരെയെന്നറിയോ? ആരെയെന്നറിയോ? ഈ മുടിയിൽ പെയിന്റ് അടിച്ചിട്ട് നടക്കണ ചില സാധനം ഉണ്ടല്ലോ. എടാ, മുടിയിൽ കറുത്ത ഈ മുടി നരച്ചതിന്റെ പേരിൽ അതിങ്ങനെ മറയ്ക്കാൻ വേണ്ടി കറുപ്പടിക്കണ കാക്കാമാരില്ലേ, പെണ്ണുങ്ങളില്ലേ, ചെറുപ്പക്കാരൊക്കെ ഇന്ന് മുടി ഇങ്ങനെ കലർത്തി വെച്ചിരിക്ക, പെയിന്റ് അടിച്ച് വെച്ചിരിക്ക. ഓനെ കുളിപ്പിച്ച കുളി ശരിയാവോ? നിങ്ങൾ പറയടോ, കുളിപ്പിച്ച ശരിയാവോ? അവനെ കുളിപ്പിച്ച കുളി ശരിയാവോ? കുളി ഒതുവെടുത്ത ശരിയാവോ? അപ്പൊ പിന്നെ എന്തിനാ ഇവനെ കുളിപ്പിക്കണേ? എന്തിനാ കുളിപ്പിക്കണേ? എന്തിനാ പള്ളി കൊണ്ട് നിസ്കരിക്കുന്ന? ഒന്നുമില്ല, ഒന്നുമില്ല. നേരെ അങ്ങ് കുഴിച്ചിട്ടാ പോരെ, നേരെ അങ്ങ് പൊക്കോളും. അള്ളാഹു കാക്കുമാറാകട്ടെ. മക്കളൊക്കെ നടക്കുന്നില്ലേ പെയിന്റ് അടിച്ച്?